വേണിയേച്ചി, കിട്ടി കിട്ടി, എനിക്ക് ആളെ കിട്ടി. എന്താ അനു, എന്ത് കിട്ടിയെന്നാ? മാഷിൻ്റെ റൂമിലെ മേശയിലെ ബുക്സ് മറിച്ചു നോക്കുന്നതിൻ്റെ ഇടയിൽ പുറകിൽ അനുവിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേണി സംശയത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടോ എന്ന്. അന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരുപാട് ആലോചിച്ചതാ, ഇപ്പോഴാ കിട്ടിയത്. അവൾ ആ ഫോട്ടോയിലേക്ക് കൈ ചൂണ്ടി ചിരിയോടെ പറഞ്ഞു. ഏത്, മാഷച്ചൻ്റെ മോളെയോ? അനു കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് വേണിയുടെ നോട്ടം നീണ്ടതും അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. അതേന്നേ, ഞാനും ഭദ്രേട്ടനും അരവിന്ദേട്ടനും കൂടി ഒരു വട്ടം തൃശ്ശൂർ പോയിരുന്നു. അന്ന് അവിടെ ഈ ചേച്ചി ഉണ്ടായിരുന്നു. അതെയോ, മാഷച്ചനെ കണ്ടിരുന്നില്ലേ ആ സമയം? അനുവിനടുത്തായി പോയി ഇരുന്നു കൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. ഇല്ലെന്നേ, ഞാൻ വേറെ ആരെയും കണ്ടില്ല. എന്നെ ആ വീടിനകത്തേക്ക് അവർ കൊണ്ടുപോയില്ല. കാറിലിരുത്തിയിട്ടാ പോയത്. ഞാനും നിർബന്ധം പിടിക്കാൻ പോയില്ല. അത്ര ദൂരം യാത്ര ചെയ്തതുകൊണ്ട് ഞാൻ ആകെ ക്ഷീണിച്ചിരുന്നു. പിന്നെ ഈ കുട്ടി ഇടയ്ക്ക് പുറത്തേക്കിറങ്ങി പോകുന്നത് ഞാൻ കാറിലിരുന്ന് കണ്ടിരുന്നു. ആ ഒരു വട്ടം കണ്ടതുകൊണ്ടാകും പെട്ടെന്ന് ഓർമ്മ വരാഞ്ഞത്. എത്ര നാൾ മുൻപേ നീ അവരെ കണ്ടത്? കൃത്യമായി പറഞ്ഞാൽ അരവിന്ദേട്ടനും ഭദ്രേട്ടനും കോളേജിൽ പഠിക്കാൻ പോയി ഇടയ്ക്ക് നാട്ടിൽ വന്നിരുന്നു. ആ സമയമാ പോയത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കുറച്ച് വർഷമായി കാണും. വേണി ആകാംക്ഷയോടെ ചോദിച്ചത് കേൾക്കെ ആ നിമിഷം ഓർത്തെടുത്തുകൊണ്ട് അനു പറഞ്ഞു. അവർ കോളേജിൽ പഠിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ആ ഒരു സമയം അടുപ്പിച്ചായിരുന്നല്ലോ ആ കുട്ടിക്ക് ആക്സിഡൻ്റ് ആയതും. ആ ആക്സിഡൻറ്റിന് ശേഷമാ മാഷ് ഇങ്ങോട്ട് വരുന്നതും താമസമാക്കുന്നതും. അതെ, അപ്പോൾ ഞാൻ കണ്ടു കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ആക്സിഡൻറ്റ് സംഭവിച്ചു കാണും അല്ലേ? പാവം, ഈ ഫോട്ടോയിൽ കാണുന്നതിലും സുന്ദരിയായിരുന്നു ആള്. വേണി വിഷമത്തോടെ പറഞ്ഞത് കേട്ടുകൊണ്ട് അതേ വിഷമത്തോടെ ആ ഫോട്ടോയിലേക്ക് നോക്കി അനു പറഞ്ഞു. അല്ല, ഇവരെന്തിനാ അപ്പോൾ മാഷച്ചനെ കാണാൻ പോയത്? അപ്പോൾ എനിക്കും മുൻപേ ഇവർക്ക് മാഷിനെ അറിയാമായിരുന്നു എന്നല്ലേ അതിനർത്ഥം? അതൊന്നും അറിയില്ലേ ചേച്ചി. മാഷിനെ കാണാനാണോ ആ കുട്ടിയെ കാണാനാണോ എന്നൊന്നും ഒരു പിടിയുമില്ല. കാര്യം അറിയണമെങ്കിൽ താഴേന്ന് ഏട്ടനെ വിളിക്ക്. ഈ ഫോട്ടോ കാണിച്ച് ചോദിക്കാമല്ലോ. വേണിയുടെ സംശയം അനുവിനുള്ളിലും തോന്നിയതും അവൾ ആലോചനയോടെ പറഞ്ഞു. നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അവൾ പറഞ്ഞതിന് ഒന്ന് അമർത്തി മൂളിയ ശേഷം മനസ്സിൽ ആലോചിച്ചെടുക്കാൻ തുടങ്ങിയ പല ചോദ്യങ്ങളോടെ വേണി പുറത്തേക്ക് നടന്നു. ഇത്ര സിമ്പിളായി ഓഫീസ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഒരാളെയാണോ ബിസിനസ്സിലെ ഏതോ വലിയ പുള്ളിയാണെന്ന് എല്ലാവരും പറയുന്നത്? വെറുതെ കാരണവർമാർ ഉണ്ടാക്കിയ ഓരോന്ന് ഏറ്റെടുത്ത് നടത്തി ആളാകുന്ന ശിക്കാരി ശംഭു. അത്രേ ഉള്ളൂ ഈ ഭദ്രൻ. അല്ലാതെ ഇയാൾ വലിയ സംഭവമൊന്നുമല്ല. ഭദ്രൻ്റെ ക്യാബിനിൽ കയറി സിസ്റ്റം തുറന്നുകൊണ്ട് അതിലെ ഡാറ്റ കോപ്പി ചെയ്തുകൊണ്ടിരിക്കെ സീറ്റിലേക്ക് ചാരി അവൾ പുച്ഛത്തോടെ ആലോചിച്ചു. ഛേ, ഇതെന്താ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നേ? ക്ലോസ് ആകുന്നുമില്ലല്ലോ. കുറച്ച് നിമിഷത്തിന് ശേഷവും മാറ്റമൊന്നുമില്ലാതെ നിൽക്കുന്ന ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽസിലെ പേഴ്സൻറ്റേജ് കണ്ടുകൊണ്ട് അവൾ മുന്നിലേക്ക് കാഞ്ഞുകൊണ്ട് സിസ്റ്റം ചെക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇതനങ്ങുന്നില്ലല്ലോ. പണിയാകുമോ? മതി, കയറി അത്ര ഡാറ്റ മതി. ഇനി ഇവിടെ നിന്നാൽ പണി കിട്ടും. ഏറെ നേരത്തിന് ശേഷവും മാറ്റമില്ലാതെ തുടരുന്ന എറർ കണ്ടുകൊണ്ട് പെൻഡ്രൈവ് ഊരി ലാപ്പ് ക്ലോസ് ചെയ്ത് അവൾ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പായുന്നവളെ കണ്ട് ഒരു പരിഹാസ ചിരിയോടെ മറവിൽ നിന്നും അരവിന്ദ് ഭദ്രൻ്റെ ക്യാബിനിലേക്കും കടന്നിരുന്നു. എന്തായി വിപർണിക, പോയ കാര്യം നടന്നോ? മുഴുവൻ കോപ്പിയായില്ല സൂര്യ. എന്തോ ഇഷ്യൂ ഇടയ്ക്ക് വന്നു. ഞാൻ നോക്കിയിട്ട് മാറ്റാൻ പറ്റിയില്ല എന്നല്ല, സമയമുണ്ടായിരുന്നില്ല. ആരെങ്കിലും പെട്ടെന്ന് വന്നാലോ, അതുകൊണ്ട് ഉള്ളത് കൊണ്ടങ്ങ് പോന്നു. ഫോൺ ബെല്ലടിച്ച ഉടനെ സൂര്യയുടെ ചോദ്യം കേട്ടുകൊണ്ട് വിപർണിക അല്പം നിരാശ കലർന്ന സന്തോഷത്തോടെ പറഞ്ഞു. നിനക്ക് എന്തായാലും ബാക്കി കൂടി ഒപ്പിക്കാൻ നോക്കാമായിരുന്നു. സാരമില്ല, കിട്ടിയതാകട്ടെ. ബാക്കിക്ക് ഇനി സമയം കിടക്കുമല്ലേ. നീയൊരു കാര്യം ചെയ്യ്, കിട്ടിയത് എനിക്ക് മെയിൽ ചെയ്യേ. പ്രോജക്റ്റ് വാങ്ങാൻ റെഡിയായി ആളുകളുണ്ട്. അല്പം നിരാശ കലർന്നെങ്കിലും സൂര്യയും ആവേശത്തോടെ പറഞ്ഞു. ശരി, കിട്ടുന്നതിൽ ഒരു വിഹിതം എനിക്കുള്ളതാ എന്ന് മറക്കണ്ട. ഞാൻ അയക്കാം. സൂര്യ പറഞ്ഞതിന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾ ഫോൺ വെച്ചുകൊണ്ട് പെൻഡ്രൈവ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരുന്നു. ഭദ്രേട്ടാ, പടികളിറങ്ങി പകുതിക്ക് വെച്ച് നിന്ന് മാഷിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭദ്രനെ അവൾ വിളിച്ചു. എന്തേ? ആ വിളിയിൽ മാഷിനൊപ്പം തന്നെ ഭദ്രനും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. ഇങ്ങോട്ടൊന്ന് വന്നേ,
ഒരു കാര്യം കാണിക്കാനാ. പോയിട്ട് വാ ഭദ്ര, എന്തോ കാര്യമായുണ്ട്. ആ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? വേണി പറഞ്ഞത് കേൾക്കെ നെറ്റി ചുളിച്ചുകൊണ്ട് സംശയത്തോടെ നോക്കുന്നവനെ കണ്ടുകൊണ്ട് മാഷ് ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് തലയൊന്ന് കുലുക്കിക്കൊണ്ട് അവൻ വേണിക്ക് പുറകിലായി മുകളിലേക്ക് നടന്നിരുന്നു. എന്താ വേണി, എന്താ ഇത്ര അത്യാവശ്യം? മുകളിൽ മാഷിൻ്റെ മുറിയിലേക്ക് കടന്നവളെ കാണി അവൾക്കൊപ്പം അതിലേക്ക് കയറി കതകടച്ചുകൊണ്ട് അവളെ പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ മതിയോ? ചൂട് കാറ്റ് കിട്ടാൻ. പെട്ടെന്ന് കതക് തുറന്ന് അനു വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചത് കേട്ടതും ഞെട്ടലോടെ വേണിയിൽ നിന്നും അകന്ന് മുറിയുടെ അടച്ച കതക് തുറന്നിട്ടുകൊണ്ട് ഭദ്രൻ ചമ്മലോടെ പറഞ്ഞു. ആ നല്ലതാ, വിയർക്കാനുള്ളതല്ലേ, കാറ്റൊക്കെ കിട്ടട്ടെ കുറച്ച്. അതെന്ത് നീ അർത്ഥം വെച്ചൊരു പറച്ചിൽ? അനുവിൻ്റെ സംസാരം കേട്ടുകൊണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. അതാരാന്ന് ഭദ്രേട്ടൻ അറിയുമോ? അനു മറുപടി പറയാൻ തുടങ്ങുകയും വേണിയുടെ കടുപ്പിച്ചുള്ള ശബ്ദം അവിടെ ഉയർന്നിരുന്നു. ഇത് വേണിയുടെ നോട്ടം പോകുന്നിടത്തേക്ക് സംശയത്തോടെ ഭദ്രൻ്റെ നോട്ടം പോയതും അവൻ ഞെട്ടലോടെ അതിലേക്ക് നോക്കി നിന്നുപോയി. അറിയില്ല എന്ന് പറയാൻ തുടങ്ങണ്ട. ഭദ്രേട്ടൻ കണ്ടിട്ടില്ല, അറിയില്ല എന്നൊക്കെയാണ് പറയാൻ തുടങ്ങുന്നത് എങ്കിൽ അന്ന് ഈ കുട്ടിയെ കാണാൻ പോയപ്പോൾ ഭദ്രേട്ടനൊപ്പം അനു ഉണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ അതിലേക്ക് നോക്കി നിന്നവൻ്റെ കണ്ണുകൾ തന്നിലെത്തിയതും വേണി ഉറപ്പോടെ പറഞ്ഞു. എനിക്കറിയാം, മാളു, മാഷിൻ്റെ മോള്. ഇനിയൊന്നും പറയാതെ വയ്യെന്ന തിരിച്ചറിവിൽ ആ ഫോട്ടോയ്ക്കടുത്തേക്ക് എത്തി ചുവരിലേക്ക് ചാരി നിന്നുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. എങ്ങനെ അറിയാം? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ഞാൻ പറഞ്ഞാൽ മതിയോ? വേണിയുടെ ചോദ്യത്തിന് എന്തുത്തരം നൽകുമെന്ന ആലോചനയിൽ നിന്നവൻ ആ ശബ്ദം കേട്ടുകൊണ്ട് ഞെട്ടലോടെ വാതിലിക്കിലേക്ക് നോക്കിയിരുന്നു. ആര് പറഞ്ഞാലും മതി, പറയുന്നത് സത്യമായിരിക്കണമെന്നേ ഉള്ളൂ. അനുവിൻ്റെയും ഭദ്രൻ്റെയും നോട്ടം വാതിലിക്കിലേക്ക് പോയിട്ടും അങ്ങോട്ട് മുഖം തിരിക്കാതെ വേണി കൈകെട്ടി മറ്റെങ്ങോ നോക്കി പറഞ്ഞു. ഭദ്രനും അരവിന്ദും വിളിച്ചിട്ട് തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത്. എന്തിന്? ഇവർ രണ്ടുപേര് വിളിക്കുമ്പോൾ മാത്രം വരാൻ എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? മാഷ് പറയുന്നത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് വേണി ഗൗരവം വിടാതെ തന്നെ ചോദിച്ചു. ഇവരുമായി എനിക്ക് രക്തബന്ധമൊന്നുമില്ല, പക്ഷേ ഇവരെൻ്റെ മക്കളെ പോലെ തന്നെയാണ്. ഇവർ എന്നെ കാണാൻ വന്നത് എനിക്ക് രക്തബന്ധമുള്ള 2 പേർ ഇവിടെ ഉള്ളതായി അറിയിക്കാനാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്ക് ഞാൻ വില കൽപ്പിച്ചു വന്നു. ആര്? എൻ്റെ കൂടപ്പിറപ്പിൻ്റെ മക്കൾ. ഒരാളുടെ പേര് വേണി, മറ്റേയാൾ ആകാശ്. വേണിയുടെ സംശയത്തോടെയുള്ള ചോദ്യത്തിന് അവളെ നോക്കി നേർത്ത ചിരിയോടെയും അതിലേറെ വാത്സല്യത്തോടെയും മാഷ് പറഞ്ഞു. നിങ്ങളാണോ വിപർണിക? ആ അതെ. ഓഫീസ് ക്യാബിൻ തുറന്നുകൊണ്ട് പൊടുന്നനെ കയറി വന്ന പോലീസിൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് അവൾ ഞെട്ടലോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞങ്ങൾക്ക് ഈ ലാപ്പ് ഒന്ന് പരിശോധിക്കണം. മുന്നിലിരിക്കുന്ന ലാപ്പിലേക്ക് കണ്ണുകൾ കാണിച്ചുകൊണ്ട് അതിലൊരു പോലീസ് മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇതെൻ്റെ പേഴ്സണൽ ലാപ്പാണ് സാർ, ഓഫീസ് ലാപ്പ് അല്ലല്ലോ. ഇവിടെ എന്തെങ്കിലും സെർച്ച് ഉണ്ടെങ്കിൽ എൻ്റെ ലാപ്പ് പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ. പോലീസിനെ കണ്ട് ആദ്യമൊന്ന് പേടിച്ചെങ്കിലും അവൾ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ നോക്കി മനസ്സിലാക്കിക്കോളാം, അങ്ങോട്ട് മാറി നിൽക്ക് കൊച്ചേ. അവിടെ നിന്നും മാറാതെ വാദിക്കുന്നവളെ കയ്യിൽ പിടിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വനിതാ പോലീസ് ദേഷ്യത്തോടെ പറഞ്ഞു. അതെ സാർ, ഇതിൽ നിന്ന് തന്നെയാ മെയിൽ പോയിരിക്കുന്നത്. ആ ലാപ്പിങ് എടുത്തേ. ഈ പെണ്ണിനെയും വിളിച്ചോണ്ട് വാ, സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി ചോദിക്കാം. പോലീസിൽ ഒരുവൻ ലാപ്പ് പരിശോധിച്ച് പറഞ്ഞത് കേട്ട് SI വിപർണികയെ ചൂണ്ടി വനിതാ പോലീസിനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തിരിഞ്ഞു. എന്തിന്? ഞാൻ എന്തിനാ വരുന്നത്? നിങ്ങളിത് എന്താ ഈ കാണിക്കുന്നേ? അനുവാദമില്ലാതെ ഒരിടത്ത് കയറി വരിക, അവരുടെ പേഴ്സണൽ ലാപ്പ് പരിശോധിക്കുക, കാര്യം എന്താണെന്ന് പോലും പറയാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, ഇതൊക്കെ എവിടുത്തെ ഏർപ്പാടാ? പോലീസാണെന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്നാണോ? മുന്നിൽ നടക്കുന്നത് മനസ്സിലാകാതെ നിന്നവൾ കയ്യിൽ പിടിച്ച വനിതാ പോലീസിൻ്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. സ്റ്റേഷനിൽ എത്തിയിട്ട് അറിയിച്ചു തരാടി, ഈ ഏർപ്പാടൊക്കെ ശരിയാണോന്ന്. ഇപ്പോൾ വന്ന് കയറടേ ജീപ്പിൽ. വേണ്ട. എന്താ അറിയേണ്ടത് വിപർണികയ്ക്ക്? സെർച്ചും അറസ്റ്റും എന്തിനാ എന്നല്ലേ? ചെയ്ത കുറ്റം എന്താ എന്ന് വിപർണികയ്ക്ക് ഓർമ്മയില്ലാത്തതായി ഭാവിക്കുന്നതാണെങ്കിലും ഞാൻ പറഞ്ഞു തരാം. മുന്നിലെ വനിതാ പോലീസിനെ കൈകൊണ്ട് വിലക്കിക്കൊണ്ട് SI പറഞ്ഞു തുടങ്ങിയതും വിപർണികയും ദേഷ്യത്തോടെ അവിടേക്ക് ശ്രദ്ധിച്ചു. ഇത് വിപർണികയുടെ മെയിൽ ID അല്ലേ? അതെ.
തൻ്റെ മുന്നിലേക്ക് തിരിച്ച് ഫോണിലേക്ക് സൂക്ഷിച്ചു നോക്കി ഉറപ്പിച്ചുകൊണ്ട് വിപർണിക പറഞ്ഞു. ഈ മെയിൽ ഐ ഡിയിൽ നിന്ന് ഇന്ന് പോയ മെയിലിലൊന്ന് സുപ്രീംസി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റേതാണ്. അവരുടെ ഗ്രൂപ്പ് രഹസ്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പേഴ്സണൽ ഫയൽസിൻ്റെ കോപ്പി, അതായത് ഡാറ്റ മോഷണം, IPC സെക്ഷൻ 403. ഞാനല്ല സാർ, ഞാൻ ചെയ്തിട്ടില്ല. പറയട്ടെ, ഈ ഡാറ്റാസ് അയച്ചു കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡി ഒരു ഇല്ലീഗൽ കമ്പനിക്കാണ്, കൂടെ സൂര്യ എന്ന് പറയുന്ന വ്യക്തിക്കും. സോ അവരുടെ പുറകെയും പോലീസുകാരുണ്ട്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇനി വരാമല്ലോ ഞങ്ങളുടെ കൂടെ. ഞാൻ ചെയ്തിട്ടില്ല സാർ, ഞാനല്ല, ഒന്ന് വിശ്വസിക്കൂ സാർ. SI പറഞ്ഞു നിർത്തിയതും കേട്ട ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് അവൾ കരച്ചിലോടെ പറഞ്ഞു. വിളിച്ചോണ്ട് വാ. പിന്നെയും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കി വനിതാ പോലീസിനോട് പറഞ്ഞുകൊണ്ട് SI പുറത്തേക്ക് നടന്നിരിക്കുന്നു. സോറി സാർ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ക്ഷമിക്കണം. ഇത് വെച്ച് താമസിപ്പിച്ചാൽ ഇവളുമാരൊക്കെ മുങ്ങിക്കളയും. ഈ മെയിൽസ് ഒരുപാട് പേരുടെ കയ്യിൽ കിട്ടും. പിന്നെ എല്ലാത്തിൻ്റെയും പുറകെ ഓടണ്ടേ? വലിയ മിനക്കേടാ. അതുകൊണ്ടാ ഓഫീസ് ടൈം തന്നെ വന്നത്. മുന്നിൽ വന്ന് നിൽക്കുന്ന അരവിന്ദനെ നോക്കി ചിരിയോടെ ആ SI പറഞ്ഞു. അതൊന്നും സാരമില്ല സാർ, എനിക്ക് മനസ്സിലാകും. വിരോധമില്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഞാൻ വിപർണികയോടൊന്ന് സംസാരിച്ചോട്ടെ? തല താഴ്ത്തി നിൽക്കുന്നവളെ ഒന്ന് നോക്കി അരവിന്ദൻ SIയോട് ചോദിച്ചു. അതിനെന്താ സാർ, 2-3 മിനിറ്റ് എടുത്തോ. എന്ത് പറ്റി വിപർണിക? എന്താ ഇതൊക്കെ? താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിപർണികയെ അവിടെ നിർത്തി അനുവാദം തന്നുകൊണ്ട് മുന്നിലേക്ക് മാറി നിൽക്കുന്ന SI ഒന്ന് നോക്കി അരവിന്ദൻ ദയനീയ ഭാവത്തിൽ വിപർണികയോട് തിരക്കി. ഞാനല്ല സാർ, ഞാൻ ചെയ്തിട്ടില്ല. എനിക്കറിയാം വിപർണിക, പക്ഷേ ഞങ്ങളുടെ ലാപ്പിൽ കിടക്കുന്ന ഒരു പേഴ്സണൽ ഡാറ്റ തൻ്റെ ലാപ്പിൽ എങ്ങനെ വന്നു? എനിക്കറിയില്ല. അരവിന്ദൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് പതർച്ചയോടെ അവൾ പറഞ്ഞു. അതും അറിയില്ലേ? എന്നാൽ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. അരവിന്ദൻ പറയുന്നത് ശ്രദ്ധിക്കാൻ എന്നോണം ആ സമയം അവൾ മുഖമുയർത്തി അവനെ സംശയത്തോടെ നോക്കി. ഭദ്രൻ്റെ ലാപ്പ് പെട്ടെന്ന് ഓപ്പണാക്കി ഡാറ്റ എടുത്തപ്പോൾ കുറച്ചധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലേ വിപർണികയ്ക്ക്? ഇപ്പോൾ അതിന് ഒരു കുറവില്ലേ? ഹാക്ക് ചെയ്യാൻ വിപർണിക കുറച്ചുകൂടി പഠിക്കണം കേട്ടോ. ലാപ്പ് പെട്ടെന്ന് ഓപ്പൺ ആക്കിയത് കൊണ്ടോ അതിലെ ഡാറ്റ കോപ്പി ചെയ്ത് എടുത്തത് കൊണ്ടോ ഹാക്കർ ആവില്ല. അതിന് ഞാനിപ്പോൾ ചെയ്ത പോലെ മെയിൽ ID ഹാക്ക് ചെയ്ത് അതിൽ കൂടി ഇങ്ങനെയോരോ വിദ്യകൾ കൂടി കാണിക്കണം. മനസ്സിലായോ? നിങ്ങളാണോ അപ്പോൾ ഇതൊക്കെ? അരവിന്ദൻ പറഞ്ഞത് കേട്ട് ഞെട്ടിക്കൊണ്ട് വിപർണിക ചോദിച്ചു. സംശയമൊന്നും വേണ്ടെന്നേ, ഞാൻ തന്നെയാ. ലാപ്പൊക്കെ ഒരിടത്ത് വെച്ച് അപ്പുറത്ത് ഹാക്ക് ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ ആലോചിക്കണ്ടേ? ലാപ്പ് അങ്ങനെ കണ്ടപ്പോൾ എനിക്കും ഹാക്ക് ചെയ്യാൻ തോന്നിയില്ലേ? അങ്ങനെ തോന്നി, ചെയ്തു. പക്ഷേ ഡാറ്റ ഞങ്ങളുടെ ലാപ്പിൽ നിന്ന് ചോർത്തിയത് വിപർണിക തന്നെയാ കേട്ടോ. ഞാൻ ആ മെയിലിൽ കുറച്ച് അറ്റകുറ്റപ്പണി ചെയ്തു എന്നേ ഉള്ളൂ. ഞാനിത് പോലീസിനോട് പറയും. പറഞ്ഞോ? ഞങ്ങൾ അവിടുത്തെ CCTV ഫുട്ടേജ് കാണിച്ചേക്കാം. CCTV പോയി കിടക്കുന്നത് ഓഫീസിലെയാ. ഞങ്ങൾ ഭദ്രൻ്റെ ക്യാബിനിൽ രഹസ്യമായി വെച്ച ക്യാമറയ്ക്ക് ഒരു കുഴപ്പവുമില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് ചാടിത്തുള്ളി പോകുമ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടേ വിപർണിക? ദേഷ്യത്തോടെ ചാടുന്നവളെ നോക്കി പരിഹാസത്തോടെ അരവിന്ദൻ പറഞ്ഞു. പൊയ്ക്കോ, ഒറ്റയ്ക്കാണെന്ന വിഷമം വേണ്ട. ഇപ്പോൾ പോലീസ് സൂര്യയും പൊക്കി കാണും. വിളറിയ മുഖത്തോടെ നിൽക്കുന്നവളെ പോലീസിനടുത്തേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു. പോലീസിന് കൂടെ പോകുന്നവളെ കണ്ടുകൊണ്ട് പരിഹാസ ചിരിയോടെ അവൻ അവിടെ നിന്ന് അകത്തേക്ക് നടന്നിരുന്നു.